ഹലോ മൈ ഗൈസ്, ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം തങ്ങളിപ്പാനെ പറ്റി പറയാൻ തന്നെയാണ്. തങ്ങളിപ്പാനെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അങ്ങ് ഇട്ട് പോകുന്നുണ്ട്. എന്തായാലും ബർക്കത്തായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തങ്ങളിപ്പാക്കെതിരെ ഞാൻ മാത്രമല്ല ഗൈസ് വീഡിയോ ചെയ്യുന്നത്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മാത്രം ചെയ്യുന്നത് 10 പേര് അറിയുന്നുള്ളൂങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. അത് ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അത്രയും നല്ല വീഡിയോസായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് 10 പേര് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരുത്തനാണെങ്കിൽ പുതിയൊരു ചാനൽ തുടങ്ങി. എന്നിട്ട് എന്തോ പേര് ഞാൻ മറന്നുപോയി, നൂറെ മീഡിയ എന്തോ ഒരു മീഡിയ TV എന്തോ സംഭവമുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഞാൻ ഇട്ട വീഡിയോ ഇല്ലല്ലോ, തങ്ങളിപ്പോൾ നോമ്പ് പിടിച്ചില്ല എന്ന് പറയുന്ന ആ ഒരു വീഡിയോ എടുത്ത് അവൻ്റേതായ സ്റ്റൈലിൽ തങ്ങളിപ്പോൾ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അവൻ വീഡിയോ ഇട്ടിരിക്കുകയാണ്, തങ്ങളിപ്പോൾ നോമ്പ് പിടിച്ചില്ല എന്ന്. പക്ഷെ അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്, തങ്ങളിപ്പോൾ നോമ്പ് പിടിച്ചില്ല എന്നുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തു, അതിനുശേഷം അത് അപ്ലോഡ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നോമ്പ് പിടിച്ചോ ഇല്ല, അത് തങ്ങളിപ്പാരുടെ കാര്യമാണ്. അത് തങ്ങളിപ്പായാണ് തീരുമാനിക്കേണ്ടത് നോമ്പ് പിടിക്കണോ വേണ്ടതെന്ന്. ഇത് സുന്നത്ത് നോമ്പല്ലേ, ഇത് പിടിച്ചില്ലെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിച്ചു പോകാനൊന്നും പോകുന്നില്ല. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. താത്തമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ നിങ്ങളെപ്പോലെ വീഡിയോ എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കാണുന്നെങ്കിൽ എനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. താത്തമാരെ, നിങ്ങൾ എന്ന് രാവിലെ ഉറക്കം എണീക്കുന്നു, സുബഹി നിസ്കരിക്കുന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്. നിങ്ങൾ ഇന്ന് വീഡിയോ കാണുന്നു തങ്ങളിപ്പാരെ, അതിന് ശേഷം നിങ്ങൾ തങ്ങളിപ്പായ വീഡിയോ കണ്ടതിന് ശേഷം അത് ഓർത്തുകൊണ്ട് കിടക്കുന്നു, കാപ്പി കുടിക്കുന്നു, പിന്നെ ഉച്ചയാവുന്നു, ചോറ് കഴിക്കുന്നു, പിന്നെ അടുത്ത മജ്‌ലിസിൽ കയറുന്നു, വൈകുന്നേരം ആവുന്നു, അത് കേൾക്കുന്നു. ഇങ്ങനെ മജ്‌ലിസും കേട്ട് നിങ്ങളുടെ ജീവിതം അന്ന് തൊട്ടേ ഇങ്ങനെ പോവുകയാണ്. ആ കൊറോണ ടൈം തൊട്ടേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ കുടുംബം രക്ഷപ്പെടുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ. ഇനി എന്ത് ചിന്തിക്കാനാ? ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒന്ന് പറയുന്നെങ്കിൽ തന്നെ അതിൽ നിന്ന് എനിക്ക് വരുമാനമുണ്ട്. പ്രമോഷൻ ആയാലും അല്ലാതെ ആണെങ്കിലും എനിക്ക് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നൊക്കെ വരുമാനമുണ്ട് താത്തമാരെ. ഇതെൻ്റെ ഒരു ജോലിയാണ്, എൻ്റെ ഒരു പ്രൊഫഷനാണ്. ഞാനൊരു കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി. ഞാൻ ട്രാവൽ വ്ളോഗ് ചെയ്ത് നോക്കി, കുക്കിംഗ് വീഡിയോ ചെയ്ത് നോക്കി, കുറേ വീഡിയോ ചെയ്ത് നോക്കി. പക്ഷെ അതിലും കിട്ടാത്ത റീച്ചാണ് തങ്ങളിപ്പാനെ പറ്റി പറയുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് പിന്നെ വേറെ കണ്ടന്റ് ഇട്ട് പണം ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷെ എനിക്ക് റീച്ചുള്ളത്, എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ തുടർന്ന് മുന്നോട്ട് പോകുന്നത്. ഇനിയൊരു പക്ഷേ കുറച്ചാൽ അതിനൊരു ബ്ലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അല്ലാതെ അതിന് റീച്ചായാൽ ഞാൻ പിന്നെ ആ മേഖലയിലേക്ക് പോകും. എനിക്കെന്നും ഒരാളെ തന്നെ കളിയാക്കിയിരിക്കണമെന്നും കുറ്റപ്പെടുത്തണമെന്നും പരിഹസിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് നിങ്ങളെപ്പോലെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ആയിട്ടുള്ള കാരണം അവിടെ ഉണ്ടാവും. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. തങ്ങളിപ്പോൾ ഇനി നോമ്പ് പിടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ? നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തങ്ങളിപ്പോൾ നോമ്പ് പിടിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാൻ ഒരു കമൻറ്റ് ഇടാൻ ഒരു അവസരം കിട്ടുകയാണ്. കമൻറ്റ് ഇടാൻ താല്പര്യമുള്ള ഒരുപാട് താത്തമാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. കണ്ടന്റ് ചിന്തിച്ച് ചെയ്യേണ്ട ഒരാളാണ്. ഓക്കെ, അപ്പോൾ തങ്ങളിപ്പോൾ എന്ത് പറയുന്നു അതിനെ വിപരീതമായിട്ട് പറയേണ്ടതാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. അല്ല, തങ്ങളിപ്പോൾ ഒരാളെ എന്താ പറയുക കെട്ടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്ത് കെട്ടണമെന്നല്ല പറയേണ്ടത്, കെട്ടല് എന്നാണ് ഞാൻ പറയേണ്ടത്. അതാണ് എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഒന്ന് കമൻറ്റ് ഇടാൻ പറ്റുള്ളൂ. തങ്ങളിപ്പോൾ എന്താ കെട്ടിയാലുള്ള കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ഇടണമെങ്കിൽ ഞാൻ നെഗറ്റീവ് പറയണം. അതുകൊണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. നിങ്ങളൊക്കെ സബ്സ്ക്രൈബും നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഫുള്ള് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാളെ വീഡിയോ ഇട്ടില്ല, ചാനൽ അണഞ്ഞു കിടക്കുമായിരുന്നു, ഒരു റീച്ചും ഇല്ലായിരുന്നു. മോണിറ്റേഷനൊക്കെ പോയിരുന്നു. പക്ഷെ തങ്ങളിപ്പാരെ വീഡിയോ ഇട്ട് വീണ്ടും റീച്ചായി, മോണിറ്റേഷനൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ തങ്ങളിപ്പോൾ വിളിക്കണമെന്നൊക്കെ ഉണ്ട്, നോക്കാം. വിളിച്ചിട്ട് തങ്ങളിപ്പോൾ എടുക്കുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാമല്ലോ. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. നമുക്കിന്ന് 2 ഹോസ്റ്റിംഗ് കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. 2 സ്വർണ്ണാണ്, ഒന്ന് എനിക്കുള്ളതാണ്. ഞാൻ കുറെ പറിച്ചു വേണ്ടാണ്. അപ്പൊ ഒരു മോള് കൊടുത്തയച്ചതാണ്. ഇത് എത്തിമക്കത്തുള്ളതാണ്. ഒന്ന് മോളെ വയറ്റിന് മുഴ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അതുള്ള ഷിഫായി കൊടുത്തു. ഇവിടെ വന്നീന്നോ? ആ, ഇത് ഉണ്ടാവൂല എന്ന് പറഞ്ഞ് പിന്നെ മുഴ ഉണ്ടായില്ല. 2 വട്ടം മോളെ കെട്ടിച്ചു, 2 ഒഴിവാക്കി. 3ാമത് ഇവിടെ വന്നു. ഇപ്പൊ കല്യാണവും ശരിയായി. പിന്നെ മകന് ഗൾഫിക്ക് പോയ ആഗ്രഹമുണ്ട്, അത് റെഡിയായി. പതിലാണ്, ഒക്കെ പതിലാണ്.
അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തന്നവർക്ക് അള്ളാഹു സന്തോഷം അള്ളാഹു നൽകട്ടെ. നിങ്ങൾ ഇതുപോലെ ശ്രമിച്ചിരുന്ന നിങ്ങൾക്ക് നാളെ ഫദ്ല് പറയാൻ പറ്റും. മനസ്സിലായോ? ഒരു തക്ബീർ ചൊല്ലി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. നിങ്ങളിങ്ങനെ കൊണ്ട് കൊടുക്കുന്നെങ്കിൽ അവന്മാർക്ക് ജീവിക്കാനുള്ള മാർഗമാണ്. അവന്മാർ അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അവന്മാർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അല്ലാതെ ഈ നാറ്റക്കോയ്ക്ക് കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. അള്ളാഹുവിന് നിങ്ങളെ സ്വർണം വേണോ? അള്ളാഹുവിന് നിങ്ങളെ പണം വേണോ? എവിടെയെങ്കിലും കിതാബ് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന് നിങ്ങളെ പണം കൊടുത്താലേ അള്ളാഹു നിങ്ങളെ കൂടെ കാണുവോളെന്ന്? ഇല്ലല്ലോ. അല്ലെങ്കിൽ തങ്ങളിപ്പായ സഹായിച്ചാലേ നിങ്ങളെ കൂടെ അള്ളാഹു കാണുമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്ന അവന്മാർക്ക് ഫുഡ് അടിക്കാനും കറങ്ങി നടക്കാനും ഒക്കെ തന്നെയാണ്, അല്ലാതെ ഒരു കാര്യമില്ല ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടു നോക്കാം. ആ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാല് ഒരു ടീസ്പൂൺ എടുത്തിട്ട് എന്ത് ചെയ്യാ, പഠിക്കുന്ന മക്കളിൽ കൊടുക്കുക. എന്ത് രോഗികളാണോ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ എടുത്ത് മിക്സ് ആക്കിയിട്ട് അത് കുടിക്കുക. തിങ്കളാഴ്ച മുതൽ ഇന്ന് വന്ന് ചെയ്തോളൂ. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ ഇതിൽ വേറെ ഇതുണ്ട്, പിന്നെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട്. ഈ 101 സ്വലാത്തുൽ ഫാത്തിഹ ഉസ്താദിനോട് വിളിക്കുമ്പോൾ അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ 1-2 കാര്യങ്ങൾ പറയണം. ചില ആളുകൾക്ക് സന്തോഷം ഉണ്ടാവും, ചില ആളുകൾക്ക് സങ്കടം ഉണ്ടാവും. ഇന്നലെ ചാവക്കാട്, അപ്പോ എനിക്ക് റെസ്റ്റ് അനിവാര്യമാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഈ 4 ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ മേലെ കൊടക്കാടുണ്ടാവും. കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അതിൽ 200 പേരെ നമ്മൾ എടുക്കും. ഒരുപാട് ആളുകൾ കംപ്ലൈന്റ് ഉണ്ട്, ദൂരത്ത് നിന്ന് വന്നിട്ട് തങ്ങളിപ്പാപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല, മൊത്തത്തില ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്. ഒരു 100-200 ആളെ നോക്കുകയാണെങ്കിൽ എന്താവും? തങ്ങളിപ്പോൾ പറയുന്ന കേട്ടോ ഗൈസ്, തങ്ങളിപ്പോൾ പറയുകയാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുപ്പിയിൽ വെള്ളം ഓതി കൊണ്ടുപോയി തങ്ങളിപ്പോൾ പറയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ. തങ്ങളിപ്പോൾ പോയിട്ടുള്ളത് 8ാം ക്ലാസ് വരെ 4ാം ക്ലാസ് വരെ എങ്ങാണ്ടാണ്. ഒരു അറബ് പറഞ്ഞുകൂടെ ഒരു മലയാളം പറഞ്ഞുകൂടെ ഒരു ഇംഗ്ലീഷും അറിയാത്ത തങ്ങളിപ്പോൾ 4ാം ക്ലാസ് വരെ പഠിക്കാൻ പോയി. എന്നിട്ട് തങ്ങളിപ്പോൾ പറയാണ് നിങ്ങളെ മക്കൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ മക്കൾ ജയിക്കണമെങ്കിൽ കുപ്പിയിൽ വെള്ളം കൊണ്ട് കൊടുത്ത് കുട്ടികളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതിയെന്ന്. ഇതൊക്കെ വെറുതെയാണ് ഗൈസ്. അതിനൊക്കെ നിയമങ്ങൾ വശങ്ങളൊക്കെ ഉണ്ട് ഇസ്ലാമിൽ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് പറയേണ്ടവർ പറയണം, അതിന് അറിവുള്ളവർ പറയണം, അറിയുന്നവർ പറയണം. ഇതുപോലെയുള്ള കള്ളന്മാർ പറയുന്ന കേട്ടിട്ട് നിങ്ങളെ മക്കൾക്ക് കൊണ്ട് വെള്ളം ഓതി കൊടുത്ത് കുടിച്ച് ഇങ്ങനെ കുടിച്ചോണ്ടിരുന്ന് അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. എക്സാം ഒന്നും ജയിക്കൂല. പേപ്പറിൽ വല്ല എഴുതി വെച്ചാലേ എക്സാം ജയിക്കുള്ളൂ. അധ്യാപകർക്ക് മാർക്കിടാനേ വല്ല വേണോ ആ പേപ്പറിൽ? അല്ലാതെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി തങ്ങളിപ്പ അങ്ങനെ വെള്ളം കുടിക്കാൻ പറഞ്ഞു, അങ്ങനെ വെള്ളം കുടിച്ചു, എന്നിട്ട് എൻ്റെ പേപ്പറിൽ മാർക്കിട്ട് തരണം അധ്യാപകരെ എന്ന് പറഞ്ഞാൽ ആരും ഇട്ട് തരാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ തലച്ചോറിൽ വല്ലതും ഉണ്ടാവണം. ഓക്കെ. പിന്നെ തങ്ങളിപ്പ പറയാണ് തങ്ങളിപ്പായെ കാണാൻ താത്തമാർ ക്യൂ നിൽക്കുന്നു, അവർക്കാർക്കും കാണാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ 3-4 ദിവസം എവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. കൊടക്കാടാണെന്ന് തോന്നുന്നു, ഏതാ ഒരു കൊടക്കാട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കാണുക. അവിടെ പോയി നിങ്ങൾക്ക് കിടക്കണോ ഇരിക്കണോ തങ്ങളിപ്പായ പിടിക്കണോ എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ സ്വാതന്ത്ര്യമാണ്. തങ്ങളിപ്പോൾ തയ്യാറാണ്. അപ്പം 4 ദിവസത്തേക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ 4 ദിവസം നിങ്ങൾ പോയി അകമാതിക്കുക, അടിച്ച് പൊളിക്കുക, ഹണിമൂൺ കഴിഞ്ഞ് വരിക. ഒരു പറ്റുമെങ്കിൽ ഒരു കുഞ്ഞിക്കാലും കൊണ്ട് കണ്ടുകൊണ്ട് വരിക. ഓക്കെ. ആദ്യം പറഞ്ഞത് എല്ലാ ചെലവും കഴിച്ചിട്ട് 1 കോടി റുപ്യ ബാക്കിണ്ടായിരുന്നു. എല്ലാ ചെലവും കഴിച്ചിട്ട് 1 കോടി. നിങ്ങൾക്കൊക്കെ 1 കോടി പറഞ്ഞ സിമ്പിൾ ആയിരിക്കും, കാരണം നിങ്ങൾ 100 ആളുകളുടെ മുത്തുമണികളാണല്ലോ, നിങ്ങൾക്ക് പൈസക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ വാരിക്കോരി തരുന്നത്, അല്ലേ? നിങ്ങൾ വാരിക്കോരി തരുന്നത് എന്താ? 1 കോടി റുപ്യ. കല്യാണത്തിന്റെ ചെലവ് ഏകദേശം ഒരു 10-60 ലക്ഷം റുപ്യ വന്നിട്ടുണ്ടോ? പക്ഷേ ആദ്യം
പരിപാടി നടത്തലൊക്കെ ഒരു 50 ലക്ഷം റുപ്യ അതും ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല ഈ പൈസക്ക് എന്താ കാട്ടണത്. ഇപ്പോഴും അത് ആൾക്കാർ ഇന്നും അത് ആൾക്കാർ ഇങ്ങനെ കൊടുന്നു തരുന്നു. അൽഹംദുലില്ലാ. ആ ഇതാണ് ഒരു കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങളെ മുന്നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തണം. 6 ഏക്കർ സ്ഥലം വാങ്ങിന്റെ ആധാരമായിട്ട് അവന്റെ മുന്നിൽ വരണം. ഓൻ വരുന്നത് അങ്ങനെയാണ്. ഓൻ വരും ഇഷ്ടപ്പെട്ട മജലിസ് അള്ളാഹു ഉയർത്തി തന്നെ ചെയ്യിച്ചോ. ആളുകൾക്കെതിരെ നമ്മളെ താത്തമാരെ നിങ്ങൾക്ക് ആവശ്യത്തിലധികം പണം കിടക്കുന്നെങ്കിൽ നമുക്കൂടെ താത്തമാരെ, നമുക്കിവിടെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പം നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വരുമാനം മാത്രമേ ഉള്ളൂ. നമ്മൾ വേണമെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ തരാം. അപ്പോൾ പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കും താത്തമാരെ. നിങ്ങൾക്ക് പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. നിങ്ങൾ തങ്ങളിപ്പാകെ എത്ര വേണോ വാരിക്കൂടി കൊടുക്കുമല്ലോ. അതുപോലെ ഇവിടുത്തെ പാവങ്ങൾക്ക് കൂടെ കൊടുക്കും താത്തമാരെ, അവരും കൂടി രക്ഷപ്പെടട്ടെ. ഒരു കല്യാണത്തിന് 60 ലക്ഷം രൂപ, കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി വന്നത് 1 കോടി പുറത്ത് രൂപ. എന്താ അല്ലേ, കോടികൾക്കൊന്നും ഇപ്പോൾ വിലയില്ലാത്ത അവസ്ഥയായല്ലോ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ താരെ കമൻറ്റ് ചെയ്യുക. എന്നെ തെറി വിളിക്കുന്നവർക്ക് വിളിക്കാം. അത് നിങ്ങളെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണ്, നിങ്ങളെ അവകാശമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തങ്ങളുമായി ട്രോളുന്നത് അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ അവകാശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു മനോഹരമായ ഒരു വീഡിയോ കാണാം. അപ്പം ബൈ.